ഹലോ ഗായ്സ്, നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഇത് കണ്ട ഡംപ്ലിങ് മിക്സാണ്. ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ്. ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നതില്ലേ, എൻ്റെ അർബാമിൻ്റെ വീട്ടിൽ ഞങ്ങൾക്കൊത്ത് ഒരു നോമ്പ് മുറിക്കലിൽ ഒരു പാർട്ടിക്ക് വിളിച്ചായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് അവിടെ വെച്ചാണ് ഞാൻ ഇത് ആദ്യമായിട്ട് കഴിക്കുന്നത്. പക്ഷേ സംഭവം അടിപൊളിയാണ് കേട്ടോ. കണ്ട, ഇത് ഞാൻ ആ പൊടി അന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ഇച്ചിരി നേരം ഇതൊന്നും പൊങ്ങാൻ വെക്കണം. ഈ ചിലർ അപ്പം തന്നെ ചെയ്യും, ചിലർ കുറച്ച് നേരം ചെയ്യും. എനിക്ക് സമയമുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതിനകത്ത് ഉപ്പുണ്ട്, പഞ്ചസാരയുണ്ട്, ഈസ്റ്റുണ്ട്, ഗോതമ്പൊടി എല്ലാം ചേർന്ന് വരുന്നതാണ്. നമ്മളൊന്നും കയ്യിൽ നിന്ന് ഉണ്ടാക്കണ്ട കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ച് മാത്രം മിക്സാക്കി എടുത്താൽ മതി. പിന്നെ ഞാനിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്, എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇത് നമുക്ക് കുറച്ച് നേരം കഴിയുമ്പം ഒന്ന് വറുത്ത് പോരാം കേട്ടോ. നമ്മുടെ മാവ് പൊങ്ങിയത് കണ്ടോ. ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ മാവ് കുഴച്ച് വെച്ചിട്ട്. അടിപൊളിയായിട്ട് പൊങ്ങിയിട്ടുണ്ട് കണ്ടോ, നോക്കിക്കേ. മസാല അടിപൊളിയാണ് കേട്ടോ. നമുക്കൊന്ന് വറുത്തെടുത്താലോ. നമ്മുടെ ഒരു പാൻ അടുപ്പ് വെച്ച് എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് ഇട്ട് കൊടുത്താലോ. അത് ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് നോക്കണം. കാര്യം നമുക്കൊരു കറക്റ്റ് ഒരു വലിപ്പത്തിന് കിട്ടണം. കണ്ടോ, ഇങ്ങനെ ഇട്ട് കൊടുക്കണം. കണ്ടില്ലേ, നമുക്ക് ഓരോന്ന് നമ്മൾ എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. കണ്ട, ഇതുപോലെ ഇട്ട് കൊടുക്കണം. കണ്ട, ഇത് അന്നങ്ങ് ഒത്തിരി അങ്ങ് വലുതാകരുത്, ഒരു മീഡിയം. അതിന് ബാക്കിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് കാണിച്ചു തരാം. ഒന്ന് വറുത്ത് കോരിയിട്ടെ. നോക്കിക്കേ, കണ്ട, നമ്മുടെ ഡംപ്ലിംഗ് എല്ലാം നല്ലപോലെ കറക്റ്റ് ഒരു പരുവമായിട്ട് വന്നിട്ടുണ്ട്. കണ്ട, എല്ലാം ഒരേ വലിപ്പം, ഒരേ കളർ. കണ്ട, നോക്കിക്കേ, നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്. കണ്ട സൗണ്ട് കേട്ടോ, അടിപൊളിയല്ലേ. നോക്കിക്കേ, ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഈസി ആയിട്ട് കഴിക്കാനും പറ്റും കേട്ടോ. നല്ല അടിപൊളിയാണ്. എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന സാധനം. വലിയ ചിലവൊന്നുമില്ല, വലിയ പണിയില്ല. പിന്നെ ഇത് ചിലർ ചിക്കൻ കറിയും കൂട്ടി കഴിക്കുക. എൻ്റെ മക്കളൊക്കെ ചിക്കൻ കറിയും കൂട്ടിയേ കഴിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ ഇത് എനിക്കിഷ്ടം സുലൈമാനിയും കൂട്ടി കഴിക്കാനാണ്. പിന്നെ പഞ്ചസാര പാനിയിട്ട് നമ്മുടെ ഗുലാബ് ജാം പോലെ കഴിക്കാനും പറ്റും കേട്ടോ. നോക്കിക്കേ, എല്ലാം ഒരേ വലിപ്പം, ഒരേ പരുവായിട്ടില്ലേ. ഇത് നമുക്ക് കോരി മാറ്റാം. എങ്ങനെയുണ്ട് നമ്മുടെ ഡംപ്ലിംഗ് എല്ലാം ശരിയായി കഴിഞ്ഞ് കണ്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുറം നല്ല ക്രിസ്പിയാണ്. കണ്ട അടിപൊളി, നല്ല അല്ലേ. നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ്. നമുക്ക് നല്ല അതിൻ്റെ അകം കണ്ടോ, നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്നുണ്ട്. അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുണ്ടാക്കാൻ വലിയ താമസമൊന്നുമില്ല, വലിയ പണിയൊന്നുമില്ല. എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. പിന്നെ നമുക്കിതിൻ്റെ മിക്സ് മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താൽ മതി. കുറച്ച് ഗോതമ്പൊടി, ഇച്ചിരി ഈസ്റ്റ്, ഇച്ചിരി പഞ്ചസാരയും കുറച്ച് ഉപ്പും വെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ മിക്സാക്കി ഒരു അരമണിക്കൂർ വെച്ചേക്കണം കേട്ടോ. കാരണം ഗോതമ്പൊടി നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെ ചെയ്യണം. ഈ പാക്കറ്റ് പൊടിയാണെങ്കിൽ നമ്മൾ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. എങ്ങനെയായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് നോമ്പ് മുറിക്കുന്ന സമയത്ത് 2-3 എടുത്ത് ഒരു സുലൈമാനി കൂട്ടി കഴിക്കാം. പിന്നെ എനിക്ക് ഇത് ശർക്കര പാനിയൊന്നും നിർബന്ധമില്ല. ഞാൻ സുലൈമാനി കൂട്ടിയേ കഴിക്കത്തുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും കഴിക്കണം. നല്ല അടിപൊളി സാധനമാണ്, വലിയ ചിലവൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എങ്ങനെയുണ്ട്? അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യണം. എല്ലാവരും ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്കൊന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും ഞാനൊരൊന്ന് കൊണ്ട് കാണിച്ചു തരുന്നുണ്ടല്ലോ, അത് ഉണ്ടാക്കി കഴിക്കണം. എല്ലാവരും കഴിച്ചിട്ട് അഭിപ്രായം പറയണം കേട്ടോ. പറ്റിയെന്ന് പറയണം, പറ്റിയില്ലെങ്കിൽ പറ്റിയില്ലെന്ന് പറയണം കേട്ടോ. ഓക്കെ, ഇനി എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി ഒരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ, ടാറ്റാ.